ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിലൊക്കെയെല്ലാം നമ്മൾ കേൾക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, മറിയത്തോട് ഇനി പ്രാർത്ഥിക്കണമോ? മറിയത്തിൻ്റെ മധ്യസ്ഥത്തെക്കുറിച്ച് സഭ ഒരു വ്യത്യസ്തമായ പ്രബോധനം നൽകിയോ? അല്ലെങ്കിൽ നന്മ നിറഞ്ഞ മറിയമേ എന്നതുപോലെയുള്ള പ്രാർത്ഥന ഇനി പ്രാർത്ഥിക്കുന്നത് കൊണ്ട് അർത്ഥമുണ്ടോ? അല്ലെങ്കിൽ അവസാനം സഭ തെറ്റ് തിരുത്തിയോ? ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങളാണ് ഈ ദിവസങ്ങളിൽ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലുമൊക്കെയെല്ലാം നമ്മൾ കാണുന്നത്. ഇങ്ങനെ ഒരു ചോദ്യം ഉയരാനുള്ള കാരണം, ഈ കഴിഞ്ഞ ദിവസം സഭ പുറപ്പെടുവിച്ച ഒരു പ്രബോധനം, ഒരു ഡോക്യുമെൻ്റ്, മാത്തർ പോപ്പുലി ഫിദേലിസ് എന്ന ഒരു ഡോക്യുമെൻ്റ്, വിശ്വാസികളായ ജനങ്ങളുടെ അമ്മ എന്ന ഒരു ഡോക്യുമെൻ്റ്. ഇതിൽ സഭ ഔദ്യോഗികമായി പഠിപ്പിക്കുന്നു, മറിയത്തെ 2 പേരിൽ അഭിസംബോധന ചെയ്യാൻ പാടില്ല എന്ന്. ഒന്ന്, മറിയം സഹരക്ഷിക എന്നുള്ള അഭിസംബോധന. നേരത്തെയൊക്കെയെല്ലാം സഹരക്ഷക എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോഴൊക്കെയാണ് മനസ്സിലായത് സഹരക്ഷകയല്ല, സഹരക്ഷിക എന്ന് പറയണമെന്ന്. അത് മലയാളം ഗ്രാമറിൻ്റെ ഭാഗം. സഭ പറയുന്നത് മറിയത്തെ സഹരക്ഷിക എന്ന് വിളിക്കരുത്. രണ്ടാമതായി പറഞ്ഞത്, മറിയം എല്ലാ വരപ്രസാദങ്ങളുടെയും മധ്യസ്ഥ, ഇത് പറയാൻ പാടില്ല. ഈ 2 അഭിസംബോധന മറിയത്തിന് നൽകരുത് എന്ന് സഭ ഔദ്യോഗികമായി പഠിപ്പിക്കുകയാണ്. ഇതിങ്ങനെ പഠിപ്പിക്കുമ്പോൾ ചിലർ പറയുന്നു, സഭ അവസാനം തെറ്റ് തിരുത്തിയോ? എന്താണ് തെറ്റ് തിരുത്തൽ? അതൊന്ന് ആദ്യം മനസ്സിലാക്കണം. ഒരു തെറ്റ് പറഞ്ഞതിന് ശേഷം അത് ശരിയല്ല എന്ന് മനസ്സിലാക്കിയിട്ട് സ്വയമേ പറയുകയാണ്, ഞാൻ ആ തെറ്റ് തിരുത്തുന്നു, അതല്ല ഇതായിരുന്നു ശരിയെന്ന് പറയുന്നതാണ് തെറ്റ് തിരുത്തൽ. ഇവിടെ സഭ ഒരു തെറ്റ് തിരുത്തലല്ല നടത്തിയത്, മറിച്ച് സഭാമക്കൾ ചെയ്യുന്ന ഒരു തെറ്റിനെ ചൂണ്ടിക്കാട്ടി കൊടുക്കുകയാണ് ചെയ്തത്. ഒരു മാതൃവാത്സല്യത്തോടുകൂടി ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത്. അതിനെ സഭയുടെ തെറ്റ് തിരുത്തലായിട്ടല്ല കാണേണ്ടത്, സഭയുടെ തിരുത്തിക്കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇതുവരെ സഭ മറിയത്തെ ഇങ്ങനെ അഭിസംബോധന ചെയ്യണം എന്ന് സഭാമക്കളെ പഠിപ്പിച്ചിട്ടില്ല. സഹരക്ഷികയെന്നോ എല്ലാ വരപ്രസാദങ്ങളുടെയും മധ്യസ്ഥയെന്നോ സഭ മക്കളെ പഠിപ്പിച്ചിട്ടില്ല. നേരെ മറിച്ച് ഇപ്പൊ സഭ പറയുകയാണ്, മറിയം ദൈവമാതാവല്ല എന്ന് പറയുകയാണെന്നിരിക്കട്ടെ, അതൊരു തെറ്റിദ്ധരിത്തലാണ്. കാരണം മറിയം ദൈവമാതാവാണ് എന്ന് സഭ ഔദ്യോഗികമായി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ അങ്ങനെ പറയേണ്ട, ശരിയല്ല എന്ന് പറയുകയാണെങ്കിൽ അത് സഭയുടെ ഒരു സ്വയം തെറ്റിദ്ധരിത്തലാണ്. ഇവിടെ സഭ ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ്. മനസ്സിലായോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ സഹരക്ഷികയെന്നും എല്ലാ വരപ്രസാദങ്ങളുടെയും മധ്യസ്ഥയെന്നും മറിയത്തെ അഭിസംബോധന ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ വ്യക്തമായൊരു പ്രബോധനമാണ് ആ ഡോക്യുമെന്റ്. മറിയം യേശുവിൻ്റെ ജനന സമയത്ത് യേശുവിനോടൊപ്പം ഉണ്ട്, യേശുവിൻ്റെ രഹസ്യ ജീവിതകാലത്ത് യേശുവിനോടൊപ്പം ഉണ്ട്, യേശുവിൻ്റെ പരസ്യ ജീവിതകാലത്ത് യേശുവിനോടൊപ്പം ഉണ്ട്, യേശുവിൻ്റെ കുരിശുമരണത്തിൽ യേശുവിനോടൊപ്പം ഉണ്ട്. യേശുവിൻ്റെ രക്ഷാകര ദൗത്യത്തിൽ ഈ ലോകത്തിൽ യേശുവിനോടൊപ്പം നിന്ന ഏക വ്യക്തി, തുടക്കം മുതൽ ഒടുക്കം വരെ കൂടെ നിന്ന ഒരാളെന്ന് പറയുന്നത് മറിയമാണ്. അപ്പോൾ ആ ഒരു തരത്തിലാണ് മറിയത്തോടുള്ള സ്നേഹം കൂടുമ്പോൾ പലരും മറിയത്തെ സഹരക്ഷിക എന്ന് അഭിസംബോധന ചെയ്യുന്നത്. സഭ പറയുന്നത് അങ്ങനെ ജനനവും രഹസ്യജീവിതത്തിലും പരസ്യജീവിതത്തിലും പീഡാസഹനത്തിലും കുരിശുമരണത്തിലും കൂടെയുണ്ട് എങ്കിലും യേശുവിൻ്റെ രക്ഷാകര ദൗത്യത്തിൻ്റെ അനന്യതയെ കാത്തു സൂക്ഷിക്കണം. മറിയത്തെ സഹരക്ഷക എന്ന് പറയുമ്പോൾ, സഹരക്ഷിക എന്ന് വിളിക്കുമ്പോൾ പലപ്പോഴും നമ്മൾക്ക് യേശുവിൻ്റെ ഏക രക്ഷക നാമത്തിന് ഒരുപക്ഷെ തെറ്റിദ്ധാരണയുണ്ടായേക്കാം. അതുകൊണ്ട് അങ്ങനെ വിളിക്കേണ്ട. മറിയത്തെ എല്ലാ വരപ്രസാദങ്ങളുടെയും മധ്യസ്ഥയെന്നും വിളിക്കേണ്ട. കാരണം എന്താണ്? എല്ലാ വരപ്രസാദങ്ങളും മനുഷ്യരിലേക്ക് ഇറങ്ങി വന്നത് ഏകരക്ഷകനായ ക്രിസ്തുവിലൂടെയാണ്.
അപ്പോൾ അങ്ങനെ മറിയത്തെ അഭിസംബോധന ചെയ്തു കഴിയുമ്പോൾ ഒരുപക്ഷെ ഈ വരപ്രസാദങ്ങളുടെ സ്രോതസ്സായ ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു അവബോധം, ക്രിസ്തുവിൻ്റെ ഏക സ്രോതസ്സായ ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രാധാന്യം ഒരുപക്ഷെ തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം. അതുകൊണ്ട് മക്കളെ അങ്ങനെ വിളിക്കരുത്. അത് മറിയത്തെ കുറച്ചു കാണിക്കുകയോ അല്ലെങ്കിൽ മറിയത്തിൻ്റെ മധ്യസ്ഥ ശക്തിയെ എടുത്തു മാറ്റുകയോ അല്ല, അല്ലെങ്കിൽ സഭ തെറ്റിദ്ധരുത്തുകയല്ല. സഭാമക്കളായ ചിലർ നടത്തുന്ന ചില തെറ്റായ പ്രബോധനങ്ങളെ സഭ ഇങ്ങനെ തിരുത്തി കൊടുക്കുകയാണ്. ഈ ഒരു ഡോക്യുമെന്റ് ഇറക്കുവാനുള്ള പശ്ചാത്തലം കൂടി മനസ്സിലാക്കണം. ഇങ്ങനെ ഈ കുറേ നാളുകളായി മരിയ ഭക്തി നമ്മുടെ സഭയിൽ തഴച്ചു വളരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി കുറേ വിശ്വാസികൾ മറിയത്തെ ഇങ്ങനെ സഹരക്ഷിക എന്ന നാമത്തിൽ ഔദ്യോഗികമായി വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കണമെന്ന രീതിയിൽ അപേക്ഷകൾ വത്തിക്കാനിലേക്ക് പോയപ്പോൾ അതിന് ഉത്തരമായിട്ടാണ് സഭ ഔദ്യോഗികമായി പറയുന്നത് അങ്ങനെ വിളിക്കാൻ പാടില്ല. എത്ര ഉന്നതമായ പ്രബോധനമാണ് ഇത്! സഭയുടെ കുറിച്ചുള്ള പ്രബോധനങ്ങളുടെ ഏറ്റവും വ്യക്തമായ ഒരു പ്രകടമാക്കലാണ് അവിടെ. സഭ മറിയത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഒരിക്കലും ക്രിസ്തുവിന് മുകളിലല്ല. ചിലരൊക്കെ പറയുന്നുണ്ടായിരുന്നു സഭ തെറ്റായ യേശുവിൻ്റെ ഏകരക്ഷാ ദൗത്യത്തെ തമസ്കരിച്ചുകൊണ്ട് മറിയത്തെ പ്രൊജക്റ്റ് ചെയ്യുന്നു എന്ന് ചിലർ സഭയ്ക്കെതിരെ നടത്തുന്നുണ്ടായിരുന്നു. എന്നാൽ സഭ പറയുകയാണ് അതല്ല മക്കളെ, സഭയുടെ പ്രബോധനം അതല്ല. ക്രിസ്തുവിന് മുകളിൽ ഒരിക്കലും മറിയത്തെയോ വിശുദ്ധരെയോ മറ്റൊരു മധ്യസ്ഥത്തെയോ സഭ വെക്കുന്നില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ അടയാളമാണ് ഈ പ്രബോധനം. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും തെറ്റിദ്ധരിക്കപ്പെടേണ്ട. സഭ പരിശുദ്ധ കന്യകാമറിയത്തെ വിശ്വാസികളുടെ അമ്മയായി തന്നെയാണ് സ്വീകരിക്കുന്നത്. സ്വർഗത്തിൽ നമുക്കുള്ള ഏറ്റവും നല്ലൊരു മധ്യസ്ഥം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തന്നെ, ഏറ്റവും ശക്തമായ മധ്യസ്ഥം പരിശുദ്ധ അമ്മയുടെ തന്നെ. കാരണം സ്വർഗം ചോദിച്ചതൊന്നും നിഷേധിക്കാത്ത ഏക വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ മറിയമാണ്. ജീവിതം മുഴുവനും സമർപ്പിച്ചവൾ. അതുകൊണ്ട് തന്നെ മറിയത്തിൻ്റെ മധ്യസ്ഥത്തിന് യാതൊരു കുറവുമില്ല. പക്ഷേ മറിയത്തെ എല്ലാ വരപ്രസാദങ്ങളുടെയും മധ്യസ്ഥ എന്ന് വിളിക്കരുത്, സഹരക്ഷിക എന്ന് വിളിക്കരുത്. ഇത് മാത്രമാണ് സഭ പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ചിലർ വിളിക്കാൻ തുടങ്ങിയത് കൊണ്ടാണ് സഭ അങ്ങനെ പഠിപ്പിച്ചത്. ആകയാൽ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലുന്നതിൽ യാതൊരു കുഴപ്പമില്ല, അല്ലെങ്കിൽ മറിയത്തോട് പ്രാർത്ഥിക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല. സഭ തെറ്റിദ്ധരുത്തുകയല്ല ചെയ്തത്, സഭാമക്കളുടെ ഒരു തെറ്റായ പ്രയോഗത്തെ തിരുത്തി കൊടുക്കുകയാണ് ചെയ്തത്. പരിശുദ്ധ അമ്മ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.